നമസ്കാരം. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ വർഗീയ ധ്രുവീകരണം നടക്കുന്നുവെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളെ വലതുപക്ഷം കൂട്ടുപിടിക്കുന്നു. മതനിരപേക്ഷ സ്വഭാവത്തിന് ഭംഗം വരുത്തുന്ന ഏതു പ്രക്രിയയും ചെറുത്തു തോൽപ്പിക്കും. വർഗീയതയെ എതിർക്കുന്നതിന് പകരം CPM-നെ എതിർക്കുന്നതിന്റെ ഭാഗമായി വർഗീയ ശക്തികളെ UDF കൂട്ടുപിടിക്കുന്നു. എല്ലാത്തരം വർഗീയതയും ഇടതുപക്ഷം ചെറുക്കുമെന്നും M മെഹബൂബ് പറഞ്ഞു. 40 അംഗ ജില്ലാ കമ്മിറ്റി ഏകകണ്ഠേനമാണ് തിരഞ്ഞെടുത്തതെന്ന് മുൻ സെക്രട്ടറി P മോഹൻ പറഞ്ഞു. എളമരം കരീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്തത്. KK ലതികയാണ് ജില്ലാ സെക്രട്ടറിയായി മെഹബൂബിനെ നിർദ്ദേശിച്ചത്. മാധ്യമങ്ങളിൽ പല പേരുകളും ഉയർന്നു വന്നു. പാർട്ടിയെ നയിക്കാൻ പ്രാപ്തരായ ധാരാളം പേർ ജില്ലയിലുണ്ടെന്നതിന്റെ തെളിവാണത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജന്മഗ്രഹമായാണ് കോഴിക്കോടിനെ വിലയിരുത്തുന്നത്. പാർട്ടി ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ ഇടപെടൽ നടത്തി. അതിന് നല്ല ഫലമുണ്ടായി. പാർട്ടി ശക്തിയായി മുന്നേറുമ്പോൾ പലർക്കും വേവലാതി ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് എതിരായവർ ഒന്നിച്ചു മഴവിൽ സഖ്യമായി വരുന്നു. അതിനെയെല്ലാം അതിജീവിച്ചു ബഹുജന പിന്തുണ ആർജിച്ചു പാർട്ടി മുന്നേറുമെന്നും P മോഹൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചർച്ചകളിൽ പങ്കെടുത്തു. ഏകകണ്ഠേനയാണ് റിപ്പോർട്ട് പാസാക്കിയത്. ജില്ലയിൽ പാർട്ടിക്ക് അസൂയാവഹമായ വളർച്ചയുണ്ടായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ 45-ൽ നിന്ന് 47 ഉയർന്നു. മെമ്പർഷിപ്പിൻ വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. 11 പേരെ പുതിയതായി കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി 13 പേരെ ഉൾപ്പെടുത്തി. ജില്ലാ കമ്മിറ്റിയിൽ 6 വനിതകളാണ്. P മോഹൻ, M പ്രേംകുമാർ എന്നിവർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി. പുതിയ അംഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനാണ് ഒഴിവാക്കിയതെന്നും P മോഹൻ പറഞ്ഞു. KK ലതിക, KK ദിനേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.